അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ. എങ്ങോട്ടെങ്കിലും പോണം, നാട്ടിൽ നിന്നിട്ട് കാര്യമില്ലമ്മേ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റുമേ. ഇങ്ങ് നീലത്തുരുത്തില് എന്നാലും ഇടയ്ക്കൊക്കെ നിന്നൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. എനിക്കെന്ത് മനസ്സമാധാനമുണ്ട്. അമ്മ ഇത് വെച്ചോ. ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി. അല്ലട്ടാ, എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന കടപ്പാടം വരെ അമ്മയ്ക്ക് വിൽക്കേണ്ടത്. വലിയ ബംഗ്ലാവും കാറും ഒന്നും ഒരിക്കലും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. ഒരു ചെറിയ ജോലി, വയസ്സായ അമ്മയ്ക്ക് കുഴമ്പ് ഉരട്ടി കുളിക്കാനുള്ള കാശെങ്കിലും എത്തിച്ചു കൊടുക്കണമെന്നുണ്ട്. ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. കത്തെവിടുന്ന എന്തുണ്ടായി? ഒന്നുമില്ല. എന്റെ അമ്മ മരിച്ചുപോയി. ഒക്കെ ശരിയാവും അമ്മേ, വെറുതെ പറയല്ലേ. നമ്മുടെ എല്ലാ ദുരിതവും തീരും. എവിടെ പോയി എന്ത് ജോലി തേടണമെന്നറിയാതെ നടന്നപ്പോഴാണ് ഒരു പുതിയ പെയിന്റ് കമ്പനി സെയിൽസ് റെപ്രസെന്റേറ്റീവിനെ വേണമെന്നറിഞ്ഞത്. ഇടക്കാല ആശ്വാസം പോലെ ഒരു മുറിയും പണിയുമായി. പെയിന്റ് വിറ്റ് കിട്ടുന്ന കമ്മീഷൻ കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ലക്ഷണമില്ല. തന്റെ ജോലി വിസ റെഡിയാ, പക്ഷെ കാശില്ലാതെ ഒന്നും നടക്കില്ല. അടുത്ത ആളെ വിളിക്കേ. വിസ വാങ്ങി ദുബായിൽ പോയി കൊട്ടാരം കെട്ടി വാഴാനല്ല ഞാൻ പോകുന്നത്. എന്തെങ്കിലും പണി ചെയ്ത് 10 കാശുണ്ടാക്കിയില്ലെങ്കിൽ ഈ വീടും പറമ്പും കൂടെ കടക്കാർ കൊണ്ടുപോകും. Here's your flight ticket to Kerala for this weekend. നാട്ടിൽ പോയി അമ്മയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണമെന്ന് വിചാരിച്ചിരുന്നതാ. വൈകിപ്പോയി അല്ലേ കുട്ടി? ഞാനൊരു നല്ല നിലയിൽ എത്തിക്കാണാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്ത് ചെയ്യാൻ, തലയിലെ വര ശരിയായില്ല. അമ്മേ, ഇനി എന്നെ പറ്റി ഓർത്ത് അമ്മ വിഷമിക്കരുത്. നമ്മുടെ കഷ്ടകാലം എല്ലാം മാറും അമ്മേ. Oh, by the way, congratulations. When are we celebrating your promotion? വ്യക്തിപരമായി ഒരു ലക്ഷ്യം ഇല്ലാതിരുന്നതാണ് ഇതിനൊക്കെ കാരണം. അത് പറയരുത്. എനിക്കുണ്ടായിരുന്ന ലക്ഷ്യം എന്റെ അമ്മയുടെ സന്തോഷമായിരുന്നു. അത് സാധിച്ചെടുത്തു. ഇനിയൊന്നും ബാക്കിയില്ല. ഒറ്റയ്ക്കായിപ്പോയെന്ന് പറഞ്ഞു കേട്ടപ്പോ സഹിച്ചില്ല. നമ്മുടെ ഗൾഫുകാർക്ക് ഇതൊക്കെ ശീലമല്ലടാ. കൺമുമ്പിൽ പൊരി വെയിൽ കിടന്ന് തിളയ്ക്കുമ്പോ ഉള്ളും പുറവും ഒരുപോലെ പൊള്ളും. അപ്പൊ അസ്വസ്ഥത മാറ്റാൻ ഇത്തിരി നേരം കണ്ണടച്ചങ്ങോട്ട് നിൽക്കും. കരുതിയില്ല അമ്മ എന്നും ഇവിടെ ഉണ്ടാകുന്നുള്ള വിശ്വാസമായിരുന്നു. സാരില്ലേ, വല്ലതും മനസ്സിലായി. എന്നെ മനസ്സിലാക്കാനില്ല. ഞാൻ ചന്ദ്രൻ. തനിച്ചാന്ന് കരുതുന്ന എന്തിനാ? ഞങ്ങളൊക്കെ ഇല്ലേ?